ഞാനീ പറയുന്നത് നീ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ലോകത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോയാലും ആദ്യം നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ടിങ് സ്റ്റേജ് നമ്മൾ മറികടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് തോന്നുന്നത്, ഇത് വർക്കൗട്ട് ആവുമോ, ഇത് നടന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ എത്ര വർഷങ്ങൾ പോവും, കുടുംബം നോക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ. ആ സ്റ്റേജിൽ നമുക്ക് കൂടെ ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കാം. അങ്ങനൊരു സ്റ്റേജിൽ കൂടെ ഞാൻ കടന്നു പോകാൻ പോവുക. ഇപ്പം നിലവിൽ എനിക്കൊരു ജോലിയുണ്ട്, പക്ഷെ എനിക്ക് ഏകദേശം ഉറപ്പാണ് ഞാൻ അത് വിടും. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെന്തെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല. എനിക്കൊരു ബാക്കപ്പ് ഇല്ല, നോക്കാൻ എനിക്കൊരു അമ്മയുണ്ട്. ഈ ഒരു ജോലി നിൽക്കുവാണെങ്കിൽ ഞാൻ ജീവിക്കും, ആർക്കാനും വേണ്ടി ജീവിക്കും. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണ്ടേ? അതിന് ഞാൻ ഈ ജോലി വിട്ടേ മതിയാവും. ചെയ്യാൻ പോകുന്ന ഒരേ ഒരു കാര്യം ഫിസിക്സാണ്. ഫിസിക്സിൽ ഗ്രാഫീൻ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിളുണ്ട്. നിലവിൽ ഉള്ള എല്ലാ മെറ്റൽസും എല്ലാ സബ്സ്റ്റൻസും ഏത് എലമെൻറ്റ്സ് എടുത്താലും അതിലെല്ലാം വെച്ച് ഏറ്റവും നല്ലൊരു കണ്ടക്ടറാണ്, ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടറാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് നേക്കഡായി ഒരിക്കലും കാണാൻ പറ്റില്ല. ഇത് 1 ആറ്റം തിക്കായിട്ടുള്ള ഒരു യൂണിഫോം ഷീറ്റാണ്. അപ്പം അതിനുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആണ്, അതിന് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അറൗണ്ട് 2000 ടൈംസ് ഗ്രേറ്റർ ദാൻ സ്റ്റീൽ അറ്റ് ദാറ്റ് ലെവൽ. എന്ന് വെച്ചാൽ സ്റ്റീൽ ഒരു 1 ആറ്റം തിക്കായിട്ടുള്ള ഒരു പ്ലേറ്റ് ആണെങ്കിൽ അതിനേക്കാളും 2000 ടൈംസ് മടങ്ങാണ് ഈ ഗ്രാഫീൻ എന്ന് പറഞ്ഞ പാർട്ടിക്കിളിൻ്റെ സ്ട്രെങ്ത്. ഇത് വ്യാപകമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഇൻഡസ്ട്രി കീഴടക്കാൻ പറ്റും. ഇത് വ്യാപകമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന ഇപ്പം സ്പേസ് ക്രാഫ്റ്റ് ആയാലും സ്പേസ് സ്യൂട്ട് ആയാലും നോർമലി ഉള്ള ബാറ്ററീസ് ആയാലും വേറെ എന്ത് മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ എല്ലാം റിജിഡിറ്റിയും സ്ട്രെങ്തും എല്ലാം കൂട്ടാൻ പറ്റിയൊരു സാധനമാണിത്. ഇപ്പം നമ്മളെല്ലാം പുറകെ നടക്കുന്ന ഒരു സാധനമാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് സിലിക്കൺ വെച്ചാണ്. ഇപ്പം ഞാൻ ആദ്യം പഠിക്കുന്നത് സിലിക്കണാണ്. ഓക്കെ, അപ്പം ആ സിലിക്കൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ടായത് എങ്ങനെയാണ്, ഹൗ വാസ് ദാറ്റ് മെയ്ഡ്, അതാദ്യം പഠിക്കണം. ഇതൊക്കെ നമ്മളോട് തന്നെ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഇപ്പം നിനക്ക് ഇതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഫ്രണ്ടില്ല, ഇതെല്ലാം തുറന്ന് അടിച്ച് സംസാരിക്കാൻ പറ്റിയ ആരുമില്ല കൂടെ, ആകെയുള്ള നീ മാത്രമാണ്. ഒരുപക്ഷെ നീ നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും ഇത്, അല്ലെങ്കിൽ നീ നിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഇത്. എന്തെങ്കിലും ഒന്നുറപ്പാണ്, എന്തായാലും ജീവിതം മാറും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ റിസ്ക് നീ എടുത്തത് നീ ഒരിക്കലും വിഷമിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം നിനക്കറിയാം ഈ ജോലി വിടുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലതെന്ന്. ഇനി പറ്റില്ല, ഇനിയും ഇതെൻ്റെ ജീവിതമാണ്. 3-4 പേരോട് അവരുടെ എന്താ പറയണ്ടേ, അവന്മാരുടെ മനസ്സെങ്ങനെ പോവും എന്ന് തീരുമാനിച്ചിട്ട് വേണം ഞാൻ ലീവ് എടുക്കാൻ. അവൻ്റെ ഭാര്യയായിട്ട് വല്ല വഴക്കുണ്ടാക്കിയിട്ട് വന്നിട്ട് നിനക്ക് ലീവില്ല എന്ന് പറഞ്ഞാൽ തീരുന്നതാണോ എൻ്റെ ജീവിതം? അതൊന്നും പറ്റത്തില്ല. അതൊക്കെ ഭയങ്കര അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ? നിലവിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ല, നിലവിൽ എനിക്ക് വേറെ വലിയ ബാധ്യതകളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചാൻസ് എടുത്തൂടെ, ഒരു റിസ്ക് എടുത്തൂടെ? ഇത് സക്സസ് ആവുമോ ഇല്ലോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല, പക്ഷേ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അതിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. എന്താണെങ്കിലും എവിടെയെങ്കിലും എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തോറ്റു പോകില്ല ഞാൻ, അങ്ങനെ തോൽക്കാനായിട്ട് ജനിച്ചല്ല. തോൽക്കാൻ പറ്റില്ല, കാരണം തോൽവി എന്ന് പറയുന്നതും ഒരു മൈൻഡ് സെറ്റാണ്. ആ ഒരു മൈൻഡ് സെറ്റ് എനിക്കൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. സോ എന്തായാലും ഞാൻ ചെയ്യാൻ പോവാം. 6 months ഉണ്ട് എൻ്റെ മുന്നിൽ.
ജോലി വിടാൻ. ആ 6 മന്ത്സ് കൊണ്ട് നിനക്കൊരു 2 കൊല്ലം നിൽക്കാൻ പറ്റുന്ന അത്ര എമൗണ്ട് നീ സ്വരൂപിച്ചോണം. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ.